ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടേത് ആത്മഹത്യയെന്ന ഫോറൻസിക് ഫലം. ഷാർജയിലുള്ള സഹോദരി അഖിലയ്ക്ക് ഫോറൻസിക് ഫലം ലഭിച്ചു. അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നാളെ പൂർത്തിയാകും. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് ചേരുകയാണ്. അരുൺ, അങ്ങനെ ഫോറൻസിക് ഫലം ലഭിച്ചതോടുകൂടി ദുരൂഹത നീങ്ങുന്നു എന്ന് വിശ്വസിക്കാമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്? പ്രവിധ, തീർച്ചയായും മാസം 19-നാണ് ഷാർജ റോളയിലുള്ള താമസ സ്ഥലത്ത് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചു വരുന്നത്. ഇതിൽ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള താമസമായിരുന്നു ഈ നടപടികൾ ഇത്രയും വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ഉച്ചയോടെയാണ് ഇപ്പോൾ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചത്. അതുല്യയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഭർത്താവ് സതീഷിന്റെ പക്കൽ നിന്ന് അതുല്യയുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കോടതിയിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ ശരിയാക്കേണ്ടതുണ്ട്. ശേഷം എംബാമിംഗ് നടപടികൾക്കായി മൃതദേഹം മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം നാളെ നടക്കുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി തന്നെ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുല്യയുടെ സഹോദരി ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഏകോപിപ്പിക്കുന്നുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആണ് ഈ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമസഹായങ്ങളും നൽകി വരുന്നത്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.